നമസ്കാരം. അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവരെയും ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇറാൻ ഇസ്രയേൽ അമേരിക്ക യുദ്ധം 5-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പരസ്പരം പോരടിച്ചും ആക്രമിച്ചും യുദ്ധം തുടരുന്നു. ഇറാൻ വ്യോമ മേഖലയിൽ കടന്ന് 5000-ഓളം ബോംബുകൾ വർഷിച്ചതായാണ് ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ സൈനിക ശക്തിയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കത്തിന് പിന്നാലെ ഇറാനിൽ 2000-ഓളം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ തങ്ങളും ആക്രമണം നടത്തിയെന്നാണ് അമേരിക്കൻ ഭരണകൂടം വ്യക്തമാക്കിയത്. എന്നാൽ ഈ നീക്കങ്ങളെ നിസ്സാരമായി കാണാതെ ഇറാൻ ശക്തമായ പ്രത്യാക്രമണങ്ങളാണ് നടത്തുന്നത്. ഏകദേശം 500 ബാലിസ്റ്റിക് മിസൈലുകളും 2000-ഓളം ഡ്രോണുകളും ഇറാൻ തിരിച്ചടിച്ചതായി അമേരിക്കൻ നേവി അഡ്മിറൽ ബ്രാൻഡ് കൂപ്പർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇറാൻ വ്യോമ മേഖലയിൽ കടന്ന് 5000-ഓളം ബോംബുകൾ വർഷിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേനയും അവകാശപ്പെട്ടു കഴിഞ്ഞു. ഇറാന്റെ സൈനിക ശക്തിയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കത്തിന് പിന്നാലെ ഇറാനിൽ 2000-ഓളം തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തങ്ങളും ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ ഭരണകൂടവും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളിലൊന്നായ സൗദി അറേബ്യയിലെ അരാംകോയുടെ റാസ് തനൂറ എന്ന എണ്ണ ശുദ്ധീകരണ ശാലയ്ക്ക് നേരെയും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ഇത് 2-ാം തവണയാണ് അരാംകോയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നത്. നിലവിൽ എണ്ണ ഉൽപാദനത്തിന് തടസ്സമില്ല എങ്കിലും മേഖലയിൽ കനത്ത സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇതിനു പുറമെ സൗദി അറേബ്യയിലെ CIA താവളങ്ങളിലും ഇറാന്റെ ഡ്രോണുകൾ പതിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം എത്തിയിട്ടുണ്ട്. യുദ്ധത്തിന്റെ കനൽ അയൽ രാജ്യങ്ങളിലേക്കും പടർന്നു പിടിക്കുകയാണ്. UAE നടന്ന വിവിധ ആക്രമണങ്ങൾ വിദേശികളടക്കം 78 പേർക്ക് പരിക്കേൽക്കുകയും 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 129 ഡ്രോണുകളും 3 മിസൈലുകളുമാണ് UAEക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ടത്. ബഹ്റിൻ ലക്ഷ്യമാക്കി 74 മിസൈലുകളും 95 ഡ്രോണുകളും ഇറാൻ അയച്ചു. ഇതോടെ മേഖലയിലെ വ്യോമ സുരക്ഷാ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാണ് മുന്നോട്ട് പോകുന്നത്. യുദ്ധം ഊർജ വിപണിയെയും ബാധിച്ചിട്ടുണ്ട്, അതായത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഖത്തർ തങ്ങളുടെ പ്രകൃതിവാതക ഉൽപാദനം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. ഇറാൻ സൈന്യത്തിന് വേണ്ടി ചാരവൃത്തി നടത്തിയ ഏതാനും പേരെ ഖത്തർ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10 ഡ്രോണുകളും 2 ക്രൂയിസ് മിസൈലുകളുമാണ് ഖത്തറിന് നേരെ ഇറാൻ പ്രയോഗിച്ചത്. എന്തായാലും ഈ യുദ്ധം എന്താകുമെന്ന ആശങ്കയിലാണ് ജനത നോക്കുന്നത്. യുദ്ധം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിരവധി പ്രതിസന്ധികൾ ജനത നേരിടേണ്ടതായി വരും.